ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലെ അതായത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് ഗ്യാസിൻ്റെ അടുപ്പും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ പോയതാണ് കേട്ടോ. നെയ്യാറ്റിൻകരയിലാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ അവിടെ പോയി സ്റ്റാൻഡിൽ ഇറങ്ങി കുറച്ചപ്പുറത്താണ് നമുക്ക് സ്റ്റൗവും അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടത്. ഗ്യാസ് അടുപ്പ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് വാങ്ങാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കൂടെ പോയതാണ്. നെയ്യാറ്റിൻകര ഗ്യാരേജാണ് കേട്ടോ. ബസ് സ്റ്റാൻഡ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് അമ്മൻകോവിലിൻ്റെ സൈഡിലാണ് കേട്ടോ. അത് നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസാണ്. അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചിടം പോകണം. ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ ബസ്സിൽ ഒന്ന് ഇറങ്ങിയാണെങ്കിൽ സ്റ്റാൻഡിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ബസ് നമ്മളെ വീട്ടിനൊക്കെ കുറച്ചടുത്ത് തന്നെ സ്റ്റാൻഡ്, 1 കിലോമീറ്റർ വേണ്ട. അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ നിന്ന് നേരെ നമുക്ക് അടുത്ത മെയിൻ റോഡിൽ കയറണം. അത് ഇട റൂട്ടിൽ കൂടെ ഒന്ന് പോവുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഷോപ്പിംഗ് മാള്, മൊബൈൽ കട, പിന്നെ മാർജിൻ ഫ്രീ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഇട റൂട്ടിൽ കൂടെ നേരെ മെയിൻ റോട്ടിൽ വന്നു. മെയിൻ റോഡ് കണ്ടില്ല, ഇതോ കാണുന്ന ആ വലിയ കടയാണ് നമ്മുടെ സുപ്രിയ ഫർണിച്ചർ മാർട്ട്. നമുക്ക് എന്തുവാണെങ്കിൽ ഇലക്ട്രോണിക്സിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അവിടെ കിട്ടും. നല്ല ഓഫറൊക്കെ ഉള്ള നല്ല കടയാണ്. അപ്പോൾ അവിടെ പോവുകയാണ്. അതല്ല ബെറ്റർ. ഇവിടെ നിങ്ങൾക്കത്ത് അപ്പുറത്ത് ക്രോസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. കാരണം ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് അവിടെ എത്തി കണ്ടില്ലേ. അപ്പോൾ അതാ അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് ഉള്ളിലാണ് കേട്ടോ. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിൽ താഴെയാണ്. എന്ത് ഫർണിച്ചർ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഹോൾസെയിലാണ്. അത് ഇന്ന് രാവിലെ നമ്മൾ കിച്ചണിൽ നിന്ന് പണിയെടുക്കാൻ നോക്കിയപ്പോൾ സ്റ്റൗ അടുപ്പ് കംപ്ലൈൻറ്റാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങണം. മാറ്റാനല്ല, പുതിയതൊന്ന് വാങ്ങണം. അതിന് സെറ്റിങ്സ് സാധനങ്ങളൊക്കെ വാങ്ങണം. ഓസ്, റെഗുലേറ്റർ, ഫ്രിഡ്ജ്, അടിപൊളി ഫ്രിഡ്ജ് ഒക്കെ എല്ലാം ഓഫറാണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട്, ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് നല്ല വില കുറവാണ്. നമുക്കിത് ബട്ടർഫ്ലൈയുടെ സ്റ്റൗവാണ് നമുക്ക് വാങ്ങേണ്ടത്. അത് വാങ്ങി അത് സെറ്റാക്കി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നേരെ എല്ലാം ബില്ലൊക്കെ അടിച്ചിട്ട് ഞാൻ എവിടെ പോകുന്നു, ഇനി നമുക്ക് കുറച്ച് ഉച്ചത്തേക്ക് കുറച്ച് മീൻ വാങ്ങണം. മീനെന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും. ഈ വിഴിഞ്ഞത്തുനിന്നും പൂവാറെന്നൊക്കെ വരുന്ന മീനുകളൊക്കെ ബസ് സ്റ്റാൻഡ് കാരേജിൻ്റെ ഫ്രണ്ടിൽ. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഇങ്ങോട്ട് വരെയാണ്. അത് കണ്ടില്ലേ, മീനൊക്കെ അത് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ പച്ച ഫ്രഷ് മീനാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ മീൻ കണ്ട് കുറച്ച് മീനൊക്കെ വാങ്ങി. ചൂര വാങ്ങി, ചൂര. അത് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് മാങ്ങ, ഫ്രൂട്ട്സ്, മാങ്ങ ഇതൊക്കെ വാങ്ങി. മാങ്ങ സീസണല്ല, എന്നാലും കണ്ടപ്പോൾ കൊതിയൊന്നോ വാങ്ങിയതാണ്. അതെല്ലാം വാങ്ങിക്കൊണ്ട് നേരെ ഇവിടെ എവിടെ പോകുന്നു, നമ്മൾ വാങ്ങി വെച്ച ഗ്യാസ് അടുപ്പും സാധനങ്ങൾ എടുക്കാനായിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് സുപ്രിയയിൽ പോവുകയാണ്. ഓട്ടോയിലാണ് കേട്ടോ. കാരണം ഓട്ടോ സ്റ്റാൻഡിൽ നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ ഓട്ടോയിൽ വന്നു. ഇതാ ഞാൻ കൊണ്ടുവരികയാണ് കേട്ടോ സ്റ്റൗ. വില കുറവാണ്. 4200 സാധനമാണ്. 3300 ഓഫറായതുകൊണ്ട് വാങ്ങിച്ചു. ബട്ടർഫ്ലൈയാണ്. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മളിനി പോകുന്നത് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് നേരെ തിരിച്ചായി. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ്. കുറച്ചിടത്തേ ഉള്ളൂ. അതായത് നമ്മുടെ നെയ്യാറ്റിൻകര നമ്മുടെ കിഷൻ കോവിലുണ്ടല്ലോ, അവിടെ എത്തി. അവിടെ കഴിഞ്ഞ് നേരെ അടുത്ത സ്റ്റോപ്പ് ആലുംമൂട്.
ഇത് വഴി ഇനി നമ്മൾ നേരെ പോയി ചെല്ലുന്നത് നമ്മളെ നെയ്യാറ്റിൻകര പള്ളിയുടെ, നമ്മൾ നെയ്യാറ്റിൻകര പള്ളി ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നമസ്കരിക്കാൻ പോകുന്ന പള്ളി, നമ്മൾ നമസ്കരിക്കുന്നത്, അതായത് ഇതാണ് നമ്മുടെ നെയ്യാറ്റിൻകര പള്ളി കേട്ടോ. അതുവഴി ഇങ്ങനെ പോവേണം എൻ്റെ വീട്ടിൽ, ഹൈവേ അല്ലേ, ഇതാ അപ്പോൾ നെയ്യാറ്റിൻകര പള്ളി കണ്ടില്ലേ. ഇനി നേരെ ചെല്ലുന്നത് നമ്മളെ വീട്ട് സൈഡിൽ കൂടെ. ഇനി അടുത്തൊരു സ്റ്റോപ്പുണ്ട് നമ്മുടെ TV ജംഗ്ഷൻ. നമ്മുടെ മാർക്കറ്റാണ് കേട്ടോ, മീൻ ചന്ത, വലിയ മാർക്കറ്റാണ് കണ്ടില്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് പോകുന്ന വഴി നമ്മുടെ ആശുപത്രി ജംഗ്ഷനിൽ പോകുന്ന വഴിയാണ്. അതായത് കാട്ടാക്കട ആശുപത്രി ജംഗ്ഷനൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ അത്, നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ. ഇനി ഇവിടെ നേരെ താഴെ ഇറങ്ങുന്നതാണ് നമ്മുടെ സ്ഥലം, എൻ്റെ വീട്. നമ്മുടെ സ്റ്റേഡിയം കണ്ടില്ലേ, മുനിസിപ്പൽ സ്റ്റേഡിയം, നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് സ്റ്റേഡിയം കേട്ടോ കണ്ടില്ലേ. നമ്മുടെ വീട് ഇതായിരിക്കുന്നത്, ഷീറ്റിട്ട, ഇത് തോടാണ്.